പലപ്പോഴും എനിക്ക് DM-ലും വരുന്ന ഒരു ചോദ്യമാണത്. ഞാനൊരു ബ്രോക്കറെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കൽ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെഗുലേഷൻസ്, ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ, യൂസേഴ്സ് റിവ്യൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഞാൻ ബ്രോക്കറെ ചൂസ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഫസ്റ്റായിട്ട് റെഗുലേഷൻസ്, അതിൻ്റെ ലൈസൻസ് കാര്യങ്ങൾ, അത് എവിടെയാണ് ആസ്ഥാനമായിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ. ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ക്രിപ്റ്റോ ആണ്. അതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അത് അധിക ബ്രോക്കേഴ്സിലും സ്പീഡിൽ കിട്ടലുണ്ട്. ഈടായിട്ടാണ് എനിക്ക് ഇത്ര സ്പീഡിൽ കിട്ടൽ തുടങ്ങിയത്. ആദ്യമൊന്നും ഇത്ര സ്പീഡിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബ്രോക്കറിൽ തന്നെ ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ട്രേഡിംഗ് ഹാബിറ്റ് വെച്ചിട്ട് അത് കൂടുതലായി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വിഡ്രോവലും പെട്ടെന്ന് ഡെപ്പോസിറ്റും കാര്യങ്ങളും നടക്കണം. പിന്നെ നമുക്ക് യൂസേഴ്സ് റിവ്യൂസ് എടുക്കാം. അത് യൂസേഴ്സ് നമ്മൾ ബൈ പേഴ്സൺസ് അറിയുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. പിന്നെ അല്ലാതെ ട്രസ്റ്റ് പൈലറ്റ് ഒക്കെ നോക്കാം. അത് എത്രത്തോളം അതിൻ്റെ വിശ്വാസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഉണ്ടാവുള്ളൂ. ഞാൻ പ്രിഫർ ചെയ്യുന്നത് MT5 ആണ്. അതാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ ഞാൻ ഈ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ അത്യാവശ്യം ലിവറേജ് ഉണ്ട്. 3000 സംതിങ് ലിവറേജ് സ്റ്റാർട്ടിങ് തന്നെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ ഒരു ബ്രോക്കർ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇത് നമ്മുടെ സ്വന്തം ബ്രോക്കറാണ്, മലയാളികളാണ് ഇന്ത്യയിലുള്ളത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രോക്കേഴ്സിലും ആഡ് ചെയ്യലുണ്ട്. അതിലൊരിക്കലും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ നിൽക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പല ബ്രോക്കേഴ്സും പല ഉടായ്പും നടത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് നിങ്ങളെ ട്രാക്ക് ചെയ്യണ തന്നെ ഒരു IB കമ്മീഷൻ എന്നുള്ള രീതിയിലാവും. അവർക്ക് ഏറ്റവും കൂടുതൽ IBയിലാണ് കിട്ടുന്നത്. ആ ഒരു തരത്തിലാവും. IB പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിന് ഒരു പങ്ക് അവർക്ക് കിട്ടും. അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നഷ്ടം പറ്റുന്നില്ല. ചിലവിലുണ്ട് ഈ IB കൂട്ടിയേക്കാൻ അങ്ങനത്തെ ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റൂട്ട. അങ്ങനത്തെ തരത്തിലുള്ള ആളുകളൊക്കെ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന IBന്ന് എന്തെങ്കിലും കിട്ടുക എന്നുള്ള രീതിയിലാവും. അല്ലെങ്കിൽ അയാൾ നമ്മളെപ്പോലെ എന്താ പറയുക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളോടുള്ള ട്രസ്റ്റ് കൊണ്ടാണ് അവരിത് വന്നതെന്നുള്ള അവർ ചിന്തിക്കില്ല. അവർ നിങ്ങളെ വിൽക്കുക തന്നെ വേണമെങ്കിൽ പറയാം. ജസ്റ്റ് അവർ ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങളെ ട്രേഡ് ചെയ്യുമെന്ന് കിട്ടുന്ന ഒരു കമ്മീഷൻ മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം നമ്മളൊരിക്കലും അങ്ങനെ ആവരുത്. നമ്മളെ എങ്ങനെയാണോ ഈ ഒരു വഴിയിലൂടെ വന്നത്, അപ്പോൾ അവരും നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോടുള്ള വിശ്വാസത കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒരിക്കലും നമ്മൾ മുതലെടുക്കരുത്. അവരെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഞാനൊരു ബ്രോക്കറെ ചൂസ് ചെയ്യൽ. അപ്പം ഇങ്ങനത്തെ IB മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് പിന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് പ്രോപ്പറായിട്ട് ഒരു ബ്രോക്കറെ ചൂസ് ചെയ്യുക.